റീഡിസ്കവറിങ് യുവർ സെൽഫ് ആസ് ആൻ ആക്ടർ. അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. ഈ മനുഷ്യൻ ഇപ്പം ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങൾ, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിനെ, 2 വർഷത്തിനിടയിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടർ നമുക്ക് ഒരുപാടധികം നല്ല റോൾസ് തന്ന്, നമുക്ക് നല്ല ക്യാരക്ടേഴ്സ് തന്ന്, വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വി നോ ഹി ഈസ് സച്ച് എൻ ഐക്കൺ, സച്ച് എ ലെജൻഡറി ആക്ടർ. ഒരു ആക്ടർക്ക് ഒരു കൺട്രോളും ഇല്ലാതെ, സ്വന്തം കഴിവിൽ ഒരു കൺട്രോളും ഇല്ലാതെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുക സ്വയം. സോ ഹി ഹാസ് നത്തിങ് ടു പ്രൂവ് റൈറ്റ് നൗ, ബട്ട് ഹി ഈസ് പ്രൂവിങ് ഹിംസെൽഫ് മോർ ആൻഡ് മോർ എന്നേ ഞാൻ പറയുന്നുള്ളൂ. മൂവി കാണാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് പോയി കാണുക. ഒരിക്കലും ഒരു നിരാശയായിരിക്കില്ല, നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. ആൻഡ് ഒബ്വിയസ്ലി വിനായകൻ എന്ന് പറയുന്ന ആക്ടർ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ആസ് എൻ ആക്ടർ ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ് ആൻഡ് ഗ്രേറ്റ് വർക്ക്. ഡയറക്ടർ ജിതിൻ കെ ജോസ്, അടിപൊളി മൂവി, ഒന്നും പറയാനില്ല. സച്ച് എ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഫോർ അസ്. ആൻഡ് കളങ്കാവൽ കാണാത്തവർ ഏറ്റവും അടുത്ത ദിവസം തന്നെ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. അധികം ഒന്നും പറയുന്നില്ല. ഈ അടുത്ത് ഇറങ്ങിയ കുറേ മൂവീസിന് പല എക്സ്പെക്റ്റേഷൻസും അധികം കൊടുത്തിട്ട് പലർക്കും ആ സിനിമാറ്റിക് എക്സ്പീരിയൻസ് നഷ്ടപ്പെട്ടതായി ഞാൻ കണ്ടു. സോ ഈ സിനിമയെ പറ്റി ഞാൻ അധികം ഒന്നും പറയുന്നില്ല. നല്ലൊരു മൂവി നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് നമുക്കിപ്പോൾ, അല്ലേ? അതിൽ നല്ലൊരു മൂവി വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ഒബ്വിയസ്ലി നല്ല, നമ്മൾ വിചാരിക്കുന്നതിലും അത്യാവശ്യം വയലൻസും അല്ലെങ്കിൽ ആ ഒരു ഹാർഡ് കോർ കണ്ടൻസ് ഒക്കെ ഉണ്ട്. സോ ആ ഒരു മൈൻഡ് സെറ്റിൽ, അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ആ ഒരു രീതിയിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ദയവ് ചെയ്ത് തീർച്ചയായും നിങ്ങൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ പോയി കാണണം. ആൻഡ് സപ്പോർട്ട് കളങ്കാവൽ, സപ്പോർട്ട് മലയാളം സിനിമ. ബൈ.